പ്രിയപ്പെട്ടവരെ, സാധാരണക്കാരുടെ ചർച്ചാവേദിയായ ഷാവോയ്സിന്റെ ടീ ടോക്സിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദ്യ ഭാഗത്ത് ആരോഗ്യ ഇൻഷുറൻസിന്റെ കള്ളക്കളികളെക്കുറിച്ച്, ഇൻഷുറൻസ് ഭീകരതയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു. ഈ ഭാഗത്ത് ICU അടക്കമുള്ള വിവാദ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഏവർക്കും ഷാവോയ്സിന്റെ സാധാരണക്കാരുടെ ചർച്ചാവേദിയായ ടീ ടോക്സിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. പല ഹോസ്പിറ്റലിലും നമുക്ക് രോഗികളെ കാണാൻ പോവാൻ സമയക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ രോഗിക്ക് മറ്റ് ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ, അല്ലെങ്കിൽ മറ്റ് രോഗത്തില് അവിടെ ഇരിക്കുന്ന ആളുകളിൽ നിന്ന് നമുക്ക് മറ്റു രോഗങ്ങൾ പകരാതിരിക്കാനൊക്കെ ഒരു നല്ല സംഗതിയായിട്ട് പല സ്ഥലത്തും തോന്നാറുണ്ട്. ചില സ്ഥലത്ത് കാശ് കൊടുത്താൽ കയറാം, ഏത് സമയത്തും കയറാം, ഏത് സമയത്തും കയറാം. ആ സമയത്ത് ഇൻഫെക്ഷൻ ആയി കുഴപ്പമില്ല. ആ സമയത്ത് അപ്പൊ ഈ ഇൻഫെക്ഷൻ ബാധകല്ലേന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. മറ്റൊരു വിഷയം ഞാൻ കണ്ടത്, നമുക്ക് ഈ ICUല് സാധാരണ എടുക്കുക, ഓപ്പറേഷൻ കഴിഞ്ഞാൽ പോസ്റ്റ് ICU പറയുന്ന സംവിധാനത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ആളുകൾക്ക് എടുക്കും. പിന്നെ അത്യാസന്ന നിലയിലുള്ള ആളുകൾ അവരുടെ അവസാന നിമിഷങ്ങളാവാം ഒരുപക്ഷെ ICUയിൽ ഉണ്ടാകും. ഈ ICU എന്ന് പറയുന്ന സംവിധാനത്തില് ഈ രോഗം മൂർച്ഛിച്ച് അവരുടെ അവസാന സമയങ്ങളിലേക്ക് അടുക്കുന്ന സമയത്ത് വീട്ടുകാരും കാണാൻ കഴിയില്ല. ഒരാളെ മാത്രം അകത്തേക്ക് പറയുന്ന സമയത്ത് മാത്രം വിടും. ബാക്കിയുള്ള ഇപ്പൊ 5 മക്കളുണ്ടെങ്കിൽ മൂത്തോൻ പോയി, അടുത്ത ദിവസം രണ്ടാമത്തോൻ പോയി, മൂന്നാമത്തെ ദിവസം മൂന്നാമത്തോൻ പോകുമ്പോഴേക്കും ആളും മരിച്ചു പോയി. ആ രീതിയിൽ സാഹചര്യം ഉണ്ടാവുമ്പോൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നത് പോലെ ICUല് പലപ്പോഴും ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അവരുടെ ജീവിതാവസാന കാലത്ത് തീരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ ICUയിൽ പിന്നെ പ്രവേശിക്കപ്പെടുന്ന രോഗികൾ. ഈ രോഗികളെ പലപ്പോഴും സമയക്രമം കാലത്ത് ഒരു 10 മിനിറ്റ്, വൈകിട്ട് ഒരു 10 മിനിറ്റ് എന്ന രീതിയിൽ കാണുന്നതിന് പകരം ഒരു നിസ്സാര ചെലവിൽ ഒരു 10,000 രൂപയുടെ ഒരു മോണിറ്റർ പുറത്തും ഒരു 5,000 രൂപയുടെ ക്യാമറ അകത്തും വെച്ചാൽ, അതുപോലെ അതിന് വേണ്ടി വരുന്ന ഒരു കറണ്ട് ചാർജും വന്നാൽ ഉപയോഗിക്കുന്ന സമയത്തല്ലേ അതും ഉപയോഗിച്ചാൽ നമുക്ക് ഈ രോഗിയെ 24 മണിക്കൂറും പുറത്തിരുന്ന ആളുകൾക്ക് കാണാവുന്ന ഒരു സാഹചര്യം. അത് ഏർപ്പെടുത്താത്തത് യഥാർത്ഥത്തിൽ ഇത്രയും ടെക്നോളജി ഒക്കെ വളർന്നു വന്നതിന് ശേഷവും അത് ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഈ സമൂഹത്തോട് ചെയ്യുന്ന ഒരു തെറ്റാണോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും പുറത്ത് മോണിറ്റർ ചെയ്ത് കാണണം. എന്റെ അഭിപ്രായം പറഞ്ഞ പോലെ, ഷാജിൻ മാഷ് പറഞ്ഞ പോലെ, അത് കാണാനുള്ള സജ്ജീകരണം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കണ്ടീഷൻ എന്താണെന്ന് എപ്പോഴും അറിയാനുള്ള ഒരു ആകാംക്ഷ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും അകത്തേക്ക് കയറാൻ നോക്കുക, അവർക്ക് അകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് കാണുന്നത് വളരെ ഉചിതമാണ്. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഒരു വശം എനിക്ക് തോന്നുന്നത് വെച്ചാൽ, ചില രോഗികൾ ഈ മരിക്കാൻ പോകുന്ന ഈ രോഗി വളരെ വിഷമിച്ച് ബുദ്ധിമുട്ടി കൈയും കാലക്കിട്ട് അടിക്കുന്ന ഒരു രംഗമാണ് ഉള്ളിലുള്ളതെങ്കിൽ അത് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അത് നമുക്ക് കാണുന്ന ഇഷ്ടവുമല്ല. അപ്പൊ നമ്മുടെ വളരെ ബന്ധുവായിട്ടുള്ള ആൾ അങ്ങനെ, അപ്പൊ ആ സമയത്ത് ഓഫ് ചെയ്യും. കൂടാതെ ഇനി ഇയാൾ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് കഴിഞ്ഞു, ഇയാളുടെ ഓർമ്മ പോയി, മരിക്കുന്നതിന് മുമ്പ് അങ്ങനത്തെ ഒരു ഘട്ടം ഉണ്ടല്ലോ, ഓർമ്മ പോയി. ഇനി അയാളെ എന്തിന് ICUയിൽ കണ്ടിന്യൂ ചെയ്യണം? അതും ഒരു ചിന്താ വിഷയമാണ്. അവിടെ ഒരു ബിസിനസ് ആണ്. ഈ ആള് ഒരു ദിവസം മുൻപ് പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഈ ആള് സമാധാനമായി, ആൾക്ക് ഇനി ഓർമ്മയൊന്നുമില്ല, പക്ഷെ ബന്ധുക്കൾ അവരെ കണ്ടുകൊണ്ട് സമാധാനമായി ആള് ഒരു ദിവസം ഇരിക്കുന്നു. ഒരു ദിവസം 2 ദിവസം അല്ലെങ്കിൽ ആൾ ICUയിൽ കിടക്കും. വെറുതെ സൈലന്റ് ആയിട്ട് കിടക്കുന്ന ആളാണ്. അയാൾക്ക് കുറെ മെഷീനറി ഒക്കെ വെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ഓക്സിജൻ മാത്രമേ ആവശ്യമുള്ളൂ, മരിക്കാൻ പോവാണ്. അപ്പോ ആ സമയത്ത് റൂമിലേക്ക് മാറ്റണം. അത് മാറ്റാത്തതും ഒരു ബിസിനസ്സാണ്. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, അവർക്ക് ഒരു മരണത്തിന് തയ്യാറാവുന്ന ആളുകൾ, ഓർമ്മയുണ്ട്, സമാധാനമായിട്ട് കിടക്കുന്നവർ എന്താന്നിക്കുക, ആ സമയത്തും ഇയാളെ പുറത്തന്നെ കൊണ്ടുപോകണം. പലപ്പോഴും എന്താ കാരണം വെച്ചാല്, ഈ മരണം എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ തന്നെ, വെറുതെ ഒരു രോഗാവസ്ഥയിൽ തന്നെ രോഗി എപ്പോഴും പേടിച്ചിട്ടായിരിക്കും. അവരുടെ ബന്ധുക്കളൊക്കെ അടുത്തുണ്ടെങ്കിൽ ആൾക്ക് കുറെ കൂടി ആത്മവിശ്വാസം ഉണ്ടാവും. മരിക്കാൻ പോകുന്ന ആൾക്ക് ഉള്ള പേടിയെ പറ്റി ഓർമ്മയില്ലാത്ത കുഴപ്പമില്ല. അതിന് മുമ്പത്തെ ഒരു ഘട്ടം ഉണ്ടല്ലോ, മുമ്പത്തെ ഒരു ഘട്ടം ഓർമ്മയുണ്ട്, പക്ഷെ മരിക്കാൻ പോകും, സിങ്കിങ് എന്ന് മനസ്സിലായി. പക്ഷെ ആള് വെപ്രാളൊന്നും കാണിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ഘട്ടത്തിലും ആ ആളെ റൂമിലേക്ക് തന്നെയാണ് മാറ്റേണ്ടത്.
ആ ഒരു സാഹചര്യം കൂടി ഉണ്ട്. കാരണം അതും ബിസിനസിന്റെ ഭാഗമായിട്ട് ഇയാള് ചെറുതായിട്ട് സിങ്കിങ് എന്ന് തോന്നുന്ന ഉടനെ ഇയാളെ മാറ്റുന്നു, പിന്നെ 5-10 ദിവസം കെടുത്തുന്നു, വലിയ ചാർജ് ചെയ്യുന്നു. അപ്പൊ അതൊക്കെ ഒരു ബിസിനസിന്റെ പ്രശ്നമാണ്. ഈ മോണിറ്ററിൽ കാണിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. കാരണം നമ്മുടെ രോഗിക്ക് എന്ത് സംഭവിക്കുന്നു, ഇപ്പൊ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പല അവസരത്തിലും എൻ്റെ ഒരു അനുഭവം, എൻ്റെ ഫാദർ ഒരു ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞില്ല, ICUലേക്ക് ചില ലാസ്റ്റ് സ്റ്റേജ് ആണ്. അപ്പൊ ആള് മുമ്പത്തെ പല ഘട്ടത്തിൽ ഈ പറഞ്ഞ മാതിരി കുറച്ച് പരാക്രമമൊക്കെ കാണിച്ചിരുന്നു. കാരണം ആൾക്ക് മെമ്മറിക്ക് കുഴപ്പമുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആള് എഴുന്നേറ്റ് പോകാൻ നോക്കുക, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ കാണിച്ചിരുന്നു. അപ്പൊ ആളെ കുറച്ചൊന്ന് കൈയൊക്കെ കുറച്ച് ലൂസായിട്ട് കെട്ടിയിടേണ്ട ഒരു ഘട്ടം ഉണ്ടായിരുന്നു. കാരണം ആൾ ഓർമ്മ കുറവായതുകൊണ്ട് ആൾ ആശുപത്രിയിലെ കിടക്കണമെന്ന് അറിയില്ലാത്തതുകൊണ്ട് എഴുന്നേറ്റ് ഓടാൻ നോക്കും. ICUലാണെങ്കിൽ എഴുന്നേറ്റ് ഓടാൻ നോക്കും. അങ്ങനത്തെ ഒരു ഘട്ടം കഴിഞ്ഞു. ICUല് ഒരു പേഷ്യന്റിന് ഒരു നഴ്സിനെ വെച്ചിരിക്കുകയാണ്. അതിനുള്ള ചാർജാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് ഒരു 2 ദിവസം 3 ദിവസം ഒറ്റ എൻ്റെ ഫാദർ കിടന്നിട്ട് 3-ാമത്തെ ദിവസം മോർണിംഗിൽ എൻ്റെ സിസ്റ്ററിനെ കാണാൻ വിളിക്കുകയാണ്. എല്ലാ ദിവസം മോർണിംഗിൽ ICUലുള്ള ആൾ കാണാൻ വിളിക്കുമ്പോൾ എൻ്റെ സിസ്റ്റർ ചെല്ലുമ്പോൾ അവിടെ ആ മോണിറ്ററിൽ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്. നമുക്കറിയാലോ, സാധാരണക്കാർക്കൊക്കെ അറിയാവുന്നതാണ്. ആ ഹാർട്ട് ബീറ്റ് നിൽക്കുന്നതായിട്ട് കാണുന്നു. അത് നിൽക്കാൻ പോകുന്നു. ആ ഘട്ടമായി 24 മണിക്കൂറും ഈ പേഷ്യന്റിനെ നോക്കണ ഒരു നേഴ്സ് അവിടെ ഉള്ളപ്പോ ഇദ്ദേഹത്തിന്റെ ഈ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു വരുന്നു എന്ന് പറയാൻ നമ്മളോട് നേരത്തെ വിളിച്ച് പറയാൻ ആൾക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു. അയാൾ കിടന്നുറങ്ങി രാത്രി, അയാൾ അറിഞ്ഞിട്ടേ ഇല്ല. എന്റെ സിസ്റ്റർ ചെന്നിട്ട് പറയാണ്, ഇത് ഇങ്ങനെ കാണുന്നത് കുറച്ച് പ്രശ്നമല്ലേ? അപ്പോഴാണ് അയാൾ അതിന്റെ സീരിയസ്നെസ് കാണുന്നു, അതേ ആള് മരിക്കാൻ പോകണമെന്ന് പറയുന്നു. അപ്പോ ICUല് കിടന്നിട്ട് പോലും വേണ്ട ശ്രദ്ധ കിട്ടിയില്ല. ഇത് തന്നെ ICUല് കുറെ മൂത്തൊക്കെ വയ്ക്കുമല്ലോ, പ്രഷർ, ഹാർട്ട് ബീറ്റ് ഇതൊക്കെ നോക്കാൻ പറ്റും. അവിടെ കിടന്നിട്ട് പോലും നടന്നില്ല. ഇത് നമ്മളെ ഇയാള് വിഷമങ്ങൾ കാണിക്കാത്ത ഒരാളായിരുന്നെങ്കിൽ, ഇയാള് റൂമിലായിരുന്നെങ്കിൽ ബന്ധുക്കൾ കണ്ടുപിടിച്ചാലേ മുമ്പേ. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായി. അല്ല, ഇതില് ഈ മോണിറ്റർ വെച്ചാൽ ആ മോണിറ്ററിൽ ഇതുകൂടി കാണുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പുറത്തിരുന്നുകൊണ്ട് നമുക്ക് പറയാൻ കിട്ടുന്ന ഒരു സാഹചര്യം വരും. 2, ആ മോണിറ്റർ വെക്കാത്തതുകൊണ്ട് അങ്ങനെ അവരൊരു വീഴ്ച നമ്മൾ അറിയാതെ പോകാനുള്ള സൗകര്യമുണ്ട്. ഈ തരത്തിലാണ് ഈ മോണിറ്റർ വെക്കാത്തതെന്ന് സംശയിക്കേണ്ടി വരും. പറഞ്ഞത് ഇതിലെ പെട്ടെന്നൊരു സെക്കൻഡ് കൊണ്ട് മരിക്കുന്നില്ല, സാധാരണ മരിക്കില്ല. ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചോ ഓക്കെ, അല്ലാത്ത പക്ഷെ മിനിമം ഈ ഹാർട്ട് ബീറ്റ് വ്യത്യാസം വരുന്നത് 2 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടാവും. ഇതിങ്ങനെ കുറഞ്ഞു വന്നത് 24 മണിക്കൂർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു വിഷയം കൂടി അതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ എല്ലാ കേസിലും എനിക്കുണ്ടായി 2 പോയിന്റ്. നേരത്തെ പറഞ്ഞപ്പോ ഷാജൻ പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, അതായത് മോണിറ്റർ പുറത്തു വെച്ച് പുറത്തുള്ള ആളുകൾക്ക് കാണാവുന്ന ആ സാഹചര്യം ഉണ്ടാക്കിയേ പറ്റൂ. അത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഈ വയസ്സായി മരിക്കുമെന്ന് ഉറപ്പുള്ളൊരു രോഗി. അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവം എൻ്റെ ഉണ്ടായത് ഞാൻ പറയാണ്. ഈ വൃദ്ധയായിട്ടുള്ള സ്ത്രീനെ അവിടെ ആസ്പത്രിയിൽ ഇതേപോലെ തന്നെ വെന്റിലേറ്ററിൽ ഇട്ടിട്ട് സ്വാഭാവികമായിട്ടും എന്നോട് വന്ന് കാണാൻ പറഞ്ഞു. ഞാൻ പോയി ഒരു ദിവസം പോയി നോക്കിയപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് ഇങ്ങനെ നിവർത്തി നോക്കി കഴിഞ്ഞാൽ കണ്ണിന്റെ ഉണ്ണി മേലേക്ക് മറിഞ്ഞു പോയിട്ടുണ്ടാവും. ഇത് രണ്ടും കറക്റ്റാണ്. അതെ, ഇവര് മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ വന്ന് രോഗിയുടെ മകനോട് വിവരം പറഞ്ഞു. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഡോക്ടർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്ന് സംസാരിച്ച് തീരുമാനം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോ അന്ന് ഉച്ച കഴിഞ്ഞപ്പോ ആള് മരിച്ചു എന്ന് അവര് പറഞ്ഞു. നമ്മൾ ശ്രദ്ധിച്ചു എന്നുള്ളത് ശ്രദ്ധിച്ചപ്പോൾ ആള് മരിച്ചു. ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ ഇതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ ചിലപ്പോൾ പറ്റില്ല. ഇങ്ങനെ അകത്ത് എല്ലാവരും ഇതേപോലെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് കിടക്കുന്ന വ്യക്തികളായിരിക്കണം എന്നില്ല. അവിടെ കാണുന്നത് പല ICUല് പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. ഇത് കാണുന്നത് പുറത്തുള്ളവർക്ക് അത്ര എല്ലാവർക്കും കൂടി കാണാൻ പറ്റുന്നൊരു അവസ്ഥയിൽ ആയിരിക്കില്ല. നമുക്ക് നമ്മുടെ ക്ലോസ് റിലേറ്റീവിനെ വളരെ നന്നായിട്ട് കാണുന്ന ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ അവർ ബുദ്ധിമുട്ടുന്നത് കാണുന്നത് എല്ലാവർക്കും അത്ര പ്ലസന്റ് ആവില്ല. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരാള് മരിക്കാനായിട്ടും നമ്മൾ അനുവദിക്കണം. ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ചെല്ലുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതല്ല, മരിക്കാനും ഒരു സമയമുണ്ട്. പലപ്പോഴും നമ്മൾ എന്താ എത്ര നമുക്ക് ഇത് ചെയ്തില്ലെങ്കിലും നമ്മൾ മരിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. ഈ വ്യക്തിക്ക് മരിക്കാനുള്ള അനുവാദം നമ്മൾ കൊടുക്കുന്നില്ല. അയാളെ നമ്മൾ നിർബന്ധിച്ച് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞത് സത്യം മനസ്സിലാക്കണം. നമ്മൾ നിർബന്ധിച്ച് അയാളെ ഐസിയിൽ ഇടണം എന്ന് പറയും. ICUയിൽ ഇട്ടാലും നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ ICUയിൽ ആക്കിയോ. അപ്പൊ അങ്ങനെ ICUയിൽ ഇരിക്കുമ്പോ പറയും വെന്റിലേറ്റർ വെക്കേണ്ടി വരും, കാരണം അത്രയും വീക്കാണെന്ന് പറഞ്ഞാൽ ഉടനടി വെന്റിലേറ്ററിലേക്ക് വെന്റിലേറ്റർ വെച്ചോ. 2
നമ്മുടെ മനോഭാവങ്ങളാണ്. പലപ്പോഴും പല ആൾക്കാരും ഈ സാധനം ICUയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഫ്രീ ആണ്, നമ്മൾ വാർഡിലോ റൂമിലോ ആണെന്നുണ്ടെങ്കിൽ എന്ന് അത് നമ്മൾ ജനറലൈസ് ചെയ്യല്ല. ഇത് സംഭവം ഉണ്ട്, അപൂർവമല്ല, ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ICUയിലേക്ക് മാറ്റും. നമ്മൾ പറയാണ് ICUയിലേക്ക് മാറ്റണ്ട, റൂമിൽ കിടന്നാൽ മതി. അവരവിടെ കിടത്തും. ഇല്ല എന്ന് പറയരുത്. ജോസഫ് നിങ്ങൾ പറയുന്നത് ഇല്ല, ഇല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ചാർജ് ചെയ്തെന്ന് പറയും. ഡിസ്ചാർജ് ചെയ്ത് പോരാലോ. അതല്ല, ചില മെഡിക്കൽ സജ്ജീകരണങ്ങൾ ICUയിൽ ഉണ്ടാവുള്ളൂ, എല്ലാ റൂമിൽ തരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞേക്കെ അതല്ല ജോസഫ് പറഞ്ഞുള്ള കാര്യമില്ലല്ലോ. അതിന് ഞാൻ എന്റെ അപ്പനും അമ്മയും മരിച്ചപ്പോ ഇത് വയസ്സായി അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ തിരിച്ചു വരാൻ ഇടയില്ലാത്ത സാഹചര്യത്തിൽ ഇത് ചെയ്യാം. അതല്ല ഞാൻ പറഞ്ഞത്, ആക്സിഡന്റോ വകയുള്ള ഒരു സാഹചര്യത്തിൽ, ആ ഒരു സാഹചര്യത്തിൽ അത് നമ്മൾ പരമാവധി ഉപയോഗിക്കും. അത് മുഴുവൻ നമ്മുടെ ഉത്തരവാദിത്വം ഒഴിവാക്കാനുള്ള രീതിയിൽ ആ കാര്യം പറയരുത്. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വേറൊരു അനുഭവം പറയാം. മറ്റൊരു അനുഭവം. ഈ ഇരിക്കുന്ന 4 ആളും 5 ആളും വേണമെങ്കിൽ പറഞ്ഞാൽ അറിയുന്ന ഒരാൾ, അടുത്ത പ്രദേശത്തുള്ള ഒരാൾ, അയാളുടെ പിന്നെ ഒരു ബന്ധു ആക്സിഡന്റില് പിന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് പരിക്ക് പറ്റി. ഇയാളെ പറഞ്ഞാൽ അറിയുന്ന ആശുപത്രിയിലെ ICUയിൽ വെന്റിലേറ്റർ അടക്കമുള്ള സംവിധാനത്തിൽ വെച്ചു. അങ്ങനെ ICUയിലാക്കി. ICUയിൽ നിന്ന് വെന്റിലേറ്റർ വേണമെന്ന് പറഞ്ഞു. ആ വെന്റിലേറ്ററിലാക്കിയിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോ ഇവര് പറഞ്ഞു, ഈ ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞു, ഇയാൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആക്സിഡന്റ് ആയതുകൊണ്ട് ഇതിൽ പോസ്റ്റ്മോർട്ടം വേണ്ടി വന്നു. ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാളുടെ കാര്യം പറയണം കേട്ടോ. ഞാൻ ആളുടെ പേരോ ഹോസ്പിറ്റലിന്റെ പേരോ പറയാൻ ഉദ്ദേശിക്കില്ല. ആ സംഗതിയില് ഈ ആള് പിന്നെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആക്സിഡന്റ് ആയതുകൊണ്ട് പിന്നെ പോസ്റ്റ്മോർട്ടം ആവശ്യമാണ്. പോസ്റ്റ്മോർട്ടത്തിന് പോയി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിന്റെ റിപ്പോർട്ട് വന്നപ്പോ ഈ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ദിവസത്തിന് 3 ദിവസം മുമ്പ് ആളും മരിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇയാള് പറഞ്ഞു, എന്റെ ആളേതായാലും പോയി, ഞാൻ ഈ ഹോസ്പിറ്റലിനെതിരെ ഇത്ര പൈസ ഒരു ദിവസം ഉപയോഗിച്ചതിന് 2 ലക്ഷം എന്നുണ്ട്, എത്രയോ ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ അടച്ചിട്ടാണ് അവർ പോയത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിച്ചിട്ട് അറിയണം, നമ്മുടെ സുഹൃത്തിനെ അറിയാം കൃത്യമായിട്ട്, അയാളോട് ചോദിച്ചാൽ മതി. ആളെ പേരൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഞാനും ഇപ്പൊ പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് ഈ 3 ദിവസമായി മരിച്ചിട്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നേരത്തെ വിൻസെന്റ് പറഞ്ഞ പോലെ പിന്നെ ബീപ്പ് അവസാനിച്ചിട്ടും ഇവരിത് നോക്കാൻ പറയാൻ തയ്യാറില്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് പുറത്തറിയാൻ ഒരു പിന്നെ സൗകര്യം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അവിടുത്തെ ഉള്ളിലത്തെ അവസ്ഥ, ഓരോ ഇൻഡിവിജ്വൽ ബെഡിനും വേണം. ഉള്ളിലത്തെ അവസ്ഥ വളരെ ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് ഓഫ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം. അത് ഓഫ് ചെയ്യാൻ നമ്മൾ പറയാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ടാവണം, അവരോട് ആവശ്യപ്പെടാനുള്ള സംവിധാനം ഉണ്ടാവണം. ഇതൊക്കെയാണെങ്കിലും ആളുകൾക്ക് അവരുടെ ആളുകളെ ജോസ് പറഞ്ഞതാണ് ഒരു കാര്യം, അവർക്ക് സ്വസ്ഥമായി മരിക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതാണ് അങ്ങനത്തെ കേസുകളിൽ. അങ്ങനെ അല്ലാത്ത കേസുകളിൽ വളരെ മിറാക്കുലസ് ആയിട്ട് ആളുകൾ രക്ഷപ്പെട്ടു വരുന്ന അത്ഭുതകരമായ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പല ആക്സിഡന്റ് കേസുകളിൽ ആള് പോയി എന്ന് വിചാരിക്കുന്നിടത്ത് ആള് എനിക്ക് വന്ന് നടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പല കേസുകളിൽ. അത്തരം സാഹചര്യങ്ങളിൽ അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വെന്റിലേറ്ററും അതുപോലെ ICUയും എല്ലാം ആവശ്യമുള്ളതാണ്, ഉപയോഗിക്കേണ്ടതാണ്. അത് ഉപയോഗിക്കുമ്പോഴും ഇങ്ങനെ ഒരു കാഴ്ച അവിടെ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. നാട്ടികയിലെ ഒരു രാഷ്ട്രീയ നേതാവ് മരിച്ചിട്ട് ഒരു ഹോസ്പിറ്റലിനെതിരെ ഈ മോണിറ്റർ വെക്കണമെന്ന് പറഞ്ഞിട്ട് സമരം നടത്തിയ, ഒരുപാട് സംവാദം നടത്തിയ ഒരാളെ എനിക്ക് നേരിട്ടറിയാം. എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ആക്സിഡന്റ് ഉണ്ടായി, അയാൾ അവിടെ മരണപ്പെട്ടിട്ട്, ആക്സിഡന്റ് ആണോ അസുഖമാണോ എന്ന് അറിയില്ല, അങ്ങനെ മരണപ്പെടുമ്പോൾ ICUയിലുള്ളതിന് ഒരു മോണിറ്റർ വെക്കണമെന്ന് പറഞ്ഞിട്ട് ആ രാഷ്ട്രീയ നേതാവ് വളരെ ശക്തമായ സമ്മർദ്ദവും സമരവും ഒക്കെ നടത്തിയ ചരിത്രം എൻ്റെ മുന്നിൽ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന ഒരു സംവിധാനം ആളുകളുടെ അവകാശമാണ്. ഞാൻ പറഞ്ഞ എല്ലാ കേസിലും വേണമെന്നല്ല ഞാൻ പറയണേ. പല കേസിലും അത് ഓഫ് ചെയ്യേണ്ടി വരും, പല കേസിലും അത് കാണിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. ആക്സിഡന്റ് ഒക്കെ പറ്റി ഭയങ്കര അവസ്ഥയിലുള്ള ആളെ സ്വന്തം ബന്ധുക്കൾക്ക് കാണുന്നത് പോലും ബുദ്ധിമുട്ടാവാം. അങ്ങനെ പല വിഷയങ്ങളും ആ കാര്യത്തിലുണ്ടെങ്കിലും കൃത്യമായിട്ടും ഇതിന് ഒരു ഇടപെടൽ അതും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞില്ലേ, ഒരു രാഷ്ട്രീയ നേതാവ് നാട്ടികയില് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, എന്നിട്ട്
അതിന്റെ ഔട്ട്കം എന്താ ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായില്ല. അപ്പൊ എന്തോ സംതിങ് ഉണ്ട്, എന്തോ നിയമ തടസ്സം ഉണ്ട് അവിടെ. നിയമ തടസ്സമൊന്നുമില്ല. മാറ്റം വരുത്തണമല്ലോ. ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയ നേതാവ് ഇടപെട്ടിട്ട് കൂടി അവിടെ നടന്നിട്ടില്ല, അവിടെ അത് ബുദ്ധിപരം പറ്റില്ല. വന്നിട്ടില്ല. അപ്പൊ എന്തോ അവരുടെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് അവരുടേതായുള്ള ന്യായങ്ങൾ അവരുടെ പറയുന്നുണ്ട്. പ്രോട്ടോകോൾ അനുസരിച്ച് ഉണ്ടായിരിക്കാം. അങ്ങനെയാവാം. അല്ല, നേരത്തെ വിൻസെന്റും ജോസനൊക്കെ പറഞ്ഞതുപോലെയുള്ള മറ്റു പല എന്തെങ്കിലും കാരണങ്ങളും നിയമ തടസ്സം ഉണ്ടായിരിക്കും. നിയമ തടസ്സം മാത്രമാവണമെന്നില്ല എന്ന് ഞാൻ ഈ പറയണേ. ചിലപ്പോ നിയമ തടസ്സം ആവാം, ആയിരിക്കാം. ചിലപ്പോ മറ്റു താല്പര്യങ്ങളാവാം. ആ കാര്യങ്ങൾ കൂടി വരുമ്പോഴാണ് ഈ പറഞ്ഞ ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ആളുടെ അളിയൻ മരിച്ചിട്ട് വെന്റിലേറ്ററിൽ 3 ദിവസം കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ 3 ദിവസമായി മരിച്ചിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതും നമ്മുടെ ഈ സമീപ പ്രദേശത്ത് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ മൂടി വെക്കാൻ, അല്ലെങ്കിൽ ഇവൻ കാശുകാരനാണെന്ന് അറിയാം, നല്ല കോടീശ്വരനാണ്, അപ്പൊ വെന്റിലേറ്ററിൽ കിടന്നോട്ടെ, ഒരു ബുദ്ധിമുട്ടില്ല, ഡെഡ് ബോഡിയല്ലേ, ഒരു പ്രശ്നവുമില്ല. ഇതില് ഒരു വിഷയം ഞാൻ പറയാം. അത് ആ രീതിയിലുണ്ട്. അപ്പൊ അതിനെ നമ്മൾ വിചാരിച്ചാലും ചിലപ്പോ നടക്കും, പക്ഷെ പലരും വിചാരിച്ചിട്ട് ഇത് നടന്നിട്ടില്ല. ഇത് എല്ലാ കാര്യവും സർക്കാർ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കേരളത്തിൽ പൊതുവായി നടപ്പാക്കേണ്ട ഒരു കാര്യം നടപ്പാക്കാൻ ഏറ്റവും എളുപ്പം സർക്കാരിനാണ്. ഈ സർക്കാരിനെ പറയുമ്പോ നീ വിഷമിക്കണ്ട. ഇല്ലല്ലോ, ഞാൻ പറയുമ്പോ ഇപ്പൊ ഈ സർക്കാരിനല്ല ഒക്കെ നമ്മുടെ നികുതി പണം കൊണ്ട് നാട് ഭരിച്ച് നടക്കുന്ന ഏതാണോ സംവിധാനം അവർക്കാണ് ഇതിന് നിയമനിർമ്മാണം നടത്താൻ. ഇനി നിയമനിർമ്മാണം ചിലപ്പോൾ നടത്തേണ്ടി വരും. നീ നേരത്തെ പറഞ്ഞില്ലേ, ചില നിയമങ്ങൾ ചിലപ്പോ ഇതിന് വിരുദ്ധമായിട്ടുണ്ടാവും. അപ്പൊ അതിനനുസൃതമായ നിയമ സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ നിയമം നിർമ്മിക്കാൻ കഴിയുന്നവർക്കേ പറ്റൂ. അത് കേരളത്തിലെ സർക്കാരാവാം, അഖിലേന്ത്യാ സർക്കാരാവാം, ഏത് സർക്കാരാണെങ്കിലും അവർക്കാണ് പിന്നെ അതിനുള്ള കഴിവ് കൂടുതൽ. നമുക്ക് സമരമൊക്കെ നടത്താം, നമുക്ക് പോയി ജാതിയൊക്കെ നടത്താം. ഇതൊക്കെ നടത്തിയ ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാട്ടിലെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ല ഐസിയുലേക്ക് എടുക്കുന്നവരെ പുറത്ത് കാണിക്കാനുള്ള മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അത് ഒരു കേസ് പോലെ. ഇനി നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാണ് ഇപ്പോ ഈ ഓപ്പറേഷൻ ചെയ്യണത് അതും കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഭാവിയിൽ ഇപ്പൊ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് എന്തപ്പോ അതിന്റെ ഒരു അവസാനം വേണ്ടേ? ഇപ്പൊ ഒരു കോഴിക്കോട് ഒരു പെണ്ണിനെ ഓപ്പറേഷൻ ചെയ്തിട്ട് എന്ത് അതിന്റെ ഉള്ളില് എന്തിട്ട് ഇല്ല, അങ്ങനെ ആവശ്യപ്പെടാമല്ലോ, അല്ല അങ്ങനെ ആവശ്യപ്പെടാമല്ലോ. അപ്പൊ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞുട്ടാന്ന് പറയണ ഒരു കാലഘട്ടമായിരുന്നു മുമ്പുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പൊ എനിക്ക് എന്റെ ഒരു അടുത്ത സുഹൃത്തിന് അല്ലെങ്കിൽ ബന്ധുവിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. എന്താണോ ഓപ്പറേറ്റ് ചെയ്ത് നീക്കിയത് കുറെ കാലമായിട്ടുണ്ട്. നീക്കിയ സംഗതി മുഴുവൻ ഒരു ബക്കറ്റില് കൊണ്ടുവന്ന് നമ്മളെ കാണിക്കുന്ന സംവിധാനം. ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണതാ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യണത്. ഞാൻ എന്താ പറയണെന്നുള്ളത് ജോസിന് മനസ്സിലാവുന്നില്ല. ആ സാധനം ഞാൻ പറയണത് അതല്ലേ, അറിയില്ല. ഞാൻ പറഞ്ഞ ഓപ്പറേഷൻ ചെയ്യണത് കാണിക്കണമെന്ന് ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടില്ല. ഇവിടെ ഇരിക്കണ 5 പേരും ആവശ്യപ്പെടുന്നില്ല. ഓപ്പറേഷൻ ചെയ്യണത് കാണിക്കണം എന്നല്ല പറയണേ. പ്രസവം നാട്ടുകാരെ മുഴുവൻ കാണിക്കണമെന്ന് ആരും ഇവിടെ ആവശ്യപ്പെട്ടില്ല. ഭർത്താവ് അടുത്ത് നിന്നിട്ട് ലൈവായിട്ട് പ്രസവം കാണിക്കുന്ന കാര്യങ്ങൾ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ വേറെ കാര്യം. നമ്മൾ അത്തരം കാര്യങ്ങളല്ല ആവശ്യപ്പെട്ടത്. ഇതിന്റെ മറവിൽ ഒരു ചൂഷണം നടക്കുന്നു സാധ്യതയുള്ള ഒരു സാഹചര്യം, ഇതിന്റെ മറവിൽ ആളുകളെ പറ്റിക്കുന്നുണ്ടോ എന്ന് സംശയം ഉണർത്തുന്ന സാഹചര്യം പലയിടത്തും ഉണ്ടായ അനുഭവങ്ങളല്ല ഇപ്പൊ ഇവിടെ ഇരുന്നവർ പറഞ്ഞവര് പലരും. അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ അതിനൊരു തടയിടാൻ നിയമം നിർമ്മിക്കാൻ ആർക്കാണോ അധികാരം അവരാണ് ഇടപെടേണ്ടത്. അവർക്കാണ് അതിന് എളുപ്പത്തിൽ കഴിയുക. ഞാൻ നേരത്തെ പറഞ്ഞ നാട്ടിലെ നേതാവ് അദ്ദേഹം സമരം നടത്തിയിട്ട് ഒരു തീരുമാനം ഉണ്ടായില്ല എന്ന് പറഞ്ഞില്ലേ? കാരണം എന്താ? അയാൾക്ക് അതിന് നിയമം നിർമ്മിക്കാനുള്ള അധികാരമില്ല, ആവശ്യപ്പെടാനുള്ള അധികാരമുണ്ട്. അതാണ് ആ കാര്യത്തിൽ. പണ്ട് നമ്മള് ഒരു പ്ലാസ്റ്റർ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റർ മാത്രം ഇട്ടിട്ട് ഇത് ചെയ്യുന്നു. ഇന്ന് പ്ലാസ്റ്റർ ഇടുന്നതിന് പകരം വേറെ സംവിധാനങ്ങൾ ഇത് ഉണ്ടാക്കി ഇത് ചെയ്തിരിക്കുന്നത്. വെറും പ്ലാസ്റ്റർ ഇട്ടാൽ മതി. വളരെ സിമ്പിളായിട്ട് കാര്യം നടക്കുന്ന ഒരു കാര്യത്തിന് കുറഞ്ഞ ചെലവിൽ ചെയ്യാവുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഏറ്റവും വില കുറഞ്ഞൊരു സാധനം. ആ സാധനം ഇട്ടിട്ട് പ്ലാസ്റ്റർ ഇടണം എന്നുള്ള ഒരു ഇതുള്ളൂ. അപ്പൊ അതിന്റെ ഭംഗിക്ക് കുറവ്. അത് കാരണം വേറൊരു സംവിധാനം. ഇപ്പൊ മാഷ് അന്ന് ഒരു കയ്യിന് ഒരു ഇത് കെട്ടി വെറുതെ പ്ലാസ്റ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാത്തിട്ട് ആ സ്ലിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറുതെ തുണി ഇട്ടിട്ട് കെട്ടി ഇടാവുന്നുള്ളൂ. ഏത് അതിന് പകരം വേറൊരു എക്യുപ്മെന്റ് ഒരു സഞ്ചി. ഇത് മെഡിസിൻ
ഞാൻ പറഞ്ഞ ഒടിഞ്ഞ കേസിൽ പോലും അതുണ്ട്. ഇപ്പൊ കയ്യിന്റെ ഈ തള്ളവിരലിൽ ഒടിഞ്ഞ വെറുതെ ഇവിടെ ഒരു പ്ലാസ്റ്റർ ഇട്ട് ഇത് ചെയ്യാവുന്നുള്ളൂ. പക്ഷെ അതിനൊരു വേറൊരു സംവിധാനം ഉണ്ട്, അത് മേടിച്ചിട്ട് ഇടാൻ പറയും, അത് മേടിച്ചിട്ടാ നീ ഇല്ല ജോസ്, ഈ അല്ല, ഇടുന്നതുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ കൈ ഒടിഞ്ഞ കേസുകൾക്ക് പണ്ട് എന്റെ അമ്മ പിന്നെ എന്റെ അനിയന്റെ കല്യാണത്തിന്റെ സമയത്ത് എന്റെ അനിയന്റെ കല്യാണം കാലൊടിഞ്ഞപ്പോ അന്ന് നാട്ടിലുള്ള ഒരു വലിയ രോഗ വിദഗ്ധൻ ഡോക്ടറെ അടുത്ത് പോയി അദ്ദേഹത്തിന്റെ ടേബിളിൽ വെച്ചിട്ട് ആ കാല് വെറുതെ പ്ലാസ്റ്റർ ചുറ്റി അത് വെച്ചു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞങ്ങൾ വീട്ടിൽ പോയി. ഇന്നിപ്പോ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ അന്ന് ആകെ 600 രൂപയ്ക്കോ 700 രൂപയ്ക്കോ ചെയ്ത കാര്യം എക്സ്റേ എടുക്കണമല്ലോ, അല്ലെങ്കിൽ എക്സ്റേ എടുത്തോട്ടെ, എക്സ്റേ കാശൊക്കെ കൊടുക്കും. ഇത് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡോക്ടർ അദ്ദേഹത്തിന്റെ വെറുതെ പരിശോധിക്കുന്ന ടേബിളിൽ വെച്ച് ചെയ്ത പ്ലാസ്റ്ററിംഗ് പരിപാടി ഇന്ന് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ കയറ്റിയാൽ തിയേറ്റർ ചാർജ് വേറെ. അപ്പൊ 500 രൂപയ്ക്ക് നടക്കേണ്ട കാര്യം അത് 4500 രൂപയ്ക്ക് നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അതാണ് ഞാൻ പറഞ്ഞു വന്ന മെഡിസിന്റെ കാര്യം കൂടി പറയാം. മെഡിസിൻ ഒരു മാസം മുമ്പ് എന്റെ ഒരു ബന്ധു മരണപ്പെട്ടു. അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ ആയിട്ട് 40 ദിവസമാണ് അറിഞ്ഞിട്ട് ജീവിച്ചത്. അപ്പൊ അതിനിടയിൽ ഒരു ഇഞ്ചക്ഷൻ കേൾക്കണം ജോസേ, ഒരു ഇഞ്ചക്ഷൻ അദ്ദേഹം ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിൽ 3500 രൂപയ്ക്കാണ് മേടിക്കുന്നത്. അപ്പോ അതിന്റെ MRP നോക്കിയപ്പോ 4600 മറ്റോ ആണ് അതിന്റെ MRP. ഞാൻ ഹോസ്പിറ്റലിൽ പറയുന്നില്ല, മരുന്നിന്റെ പേരും പറയുന്നില്ല, എല്ലാം പറഞ്ഞാൽ എല്ലാം അറിയാം. 4600 രൂപ MRP ഉള്ള സാധനം 3500 രൂപയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ആളുകളെ സംബന്ധിച്ച് ഏതാണ്ട് 1000 രൂപ ഡിസ്കൗണ്ട് അല്ല. ഈ മരിച്ച ആളുടെ ഒരു സുഹൃത്ത് ഈ മെഡിക്കൽ ഫീൽഡില് മരുന്ന് സപ്ലൈ ചെയ്യുന്ന ആളാണ്. അയാൾ മരുന്ന് സപ്ലൈ ചെയ്യുന്നത് 1500 രൂപയ്ക്കാണ് ഈ മരുന്ന് കൊടുക്കുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ നിനക്ക് ഫ്രീ തന്നു എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്താൽ മതി എന്ന് പറയുന്നു. അപ്പൊ ആശുപത്രിക്കാരോട് ചെന്ന് അവിടുത്തെ ആശുപത്രിക്കാരനോട് പറഞ്ഞു, അല്ല ഇങ്ങനെ മരുന്ന് ഫ്രീ തരാന്ന് പറയുന്നുണ്ട്, ഇത് 3500 രൂപ അല്ലേ എനിക്ക് ഫ്രീ, അവൻ സപ്ലൈ ചെയ്യുന്ന ആളാണ്, ഫ്രീ തരാന്ന് പറയുന്നുണ്ട്, അപ്പൊ ആ മരുന്ന് തന്നെയല്ലേ ഈ മരുന്ന്? അപ്പൊ അത് മറ്റാളോട് ചോദിക്കണം. ഡോക്ടറോട് പറഞ്ഞു, അത് മറ്റാളോട് ചോദിച്ചപ്പോ അയ്യോ ഇവിടുത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് ഇവിടുന്ന് മേടിക്കണം, അല്ല ഫ്രീ അല്ല, ഇവിടുന്ന് എടുക്കണം മരുന്ന് ഇവിടെ ചെയ്യാൻ പറ്റും. മനസ്സിലായ? സെയിം മരുന്ന് സെയിം കാര്യം ഫ്രീ കിട്ടണമെന്ന് പറ്റില്ല ഇവിടുത്തെ പ്രോട്ടോകോൾ. അതിന് കാരണം പറയണത് മറ്റേതെങ്കിലും മരുന്ന് കയറ്റിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അത് ആശുപത്രിയുടെ പേരിൽ വരില്ലേ? ഞങ്ങൾ ഏറ്റെടുത്തോളാം, ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞങ്ങൾ ഏറ്റെടുത്തോളാം, ഞങ്ങൾക്ക് ഈ മരുന്ന് കയറ്റിയാൽ മതി എന്ന് പറഞ്ഞാൽ അത് കയറ്റാൻ പറ്റാത്ത ചികിത്സാ സംവിധാനമാണ് നിലവിലുള്ളത്. 1500 രൂപയുടെ വിലയുള്ള സാധനം 4500 രൂപയ്ക്ക് വിലയിട്ട് വിറ്റിട്ട് 3500 രൂപയ്ക്ക് ഈ ഹോസ്പിറ്റലിലെ പിന്നെ ഫാർമസിന്ന് 3500 രൂപയ്ക്ക് 1000 രൂപ ഡിസ്കൗണ്ടിന് മേടിച്ചിട്ട് ഇത് കുത്തിയാലേ ഇതാവുള്ളൂ. മെഡിസിനെ കുറിച്ച് അല്ലെങ്കിൽ മെഡിസിന്റെ റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വൈഫിന് അന്ന് ഇതേപോലെ തന്നെ 2013 ട്രീറ്റ്മെന്റ് നടത്തുന്ന കാലത്ത് കോഴിക്കോട് വെച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് നടത്തിയിരുന്നത്. പ്രമുഖ ഹോസ്പിറ്റലാണ്. അവിടെ നിന്ന് ഒരു മരുന്ന് എഴുതി തന്നു. 10 ഇതുള്ള ഒരു സ്ട്രിപ്പിന് 1300 അവർ വാങ്ങിയിരുന്നത്. അപ്പൊ ലൈഫ് ടൈമിൽ കഴിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഞാൻ താമസിക്കുന്നതിന് അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലുള്ള ആള് പറഞ്ഞൊരു കാര്യം, വിൻസെന്റിന് ഞാൻ സാധനം സപ്ലൈ ചെയ്ത് തരാം, മാക്സിമം കുറവിൽ സപ്ലൈ ചെയ്ത് തരാമെന്ന്. അങ്ങനെ 1300 ഹോസ്പിറ്റലിൽ മേടിച്ചിരുന്ന സംഭവം എനിക്ക് 1050 രൂപയ്ക്കാണ് ഇദ്ദേഹം തന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ കാരുണ്യ എന്ന് പറഞ്ഞിട്ടൊരു മെഡിക്കൽ സ്റ്റോർ എല്ലാ മെഡിക്കൽ കോളേജിന്റെ കൂടെ അന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയി ഞാൻ ഇതേപോലെ തന്നെ വാങ്ങിയപ്പോൾ 435 രൂപ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, അതായത് നമുക്ക് കിട്ടിയിരുന്നത് 1300 ഹോസ്പിറ്റലില്, 1050 നമ്മുടെ സുഹൃത്ത് വഴി, 435 ഇവിടുന്ന് കിട്ടിയിരുന്നു. അപ്പൊ ഇതെങ്ങനെ, അതായത് എന്ന് പറയുന്ന സംഭവം ഈ കാരുണ്യ പദ്ധതി, അതായത് കാരുണ്യ പദ്ധതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതിന്റെ ഒരു മെഡിക്കൽ സ്റ്റോർ ആയിരിക്കും ഈ കാരുണ്യ മെഡിക്കൽ സ്റ്റോർ ആയിരിക്കും.
പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സബ്സിഡി, ഗവൺമെന്റ് അതിലേക്ക് സബ്സിഡി കൊടുത്തിട്ടായിരിക്കും അതിന്റെ ബാക്കിയുള്ള ഭാഗമായിരിക്കാം അവർ മേടിക്കുന്നത്. എന്നാലും ഞാൻ പറയുന്നത് അത് അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് ഇത് കുറച്ച് കിട്ടി അവർക്ക് സബ്സിഡിയായി. പക്ഷെ 1050 ഒരു സപ്ലയർക്ക്, ഒരു കടക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ഈ ഒരു അതിന്റെ മെഡിസിന്റെ MRP നിശ്ചയിക്കുന്നതിൽ ഗവൺമെന്റിന് ഇടപെടാവുന്ന കാര്യമാണ്. ഈ MRP എന്ന് പറയുന്നത് മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പൊ ഇത്രയും വലിയൊരു MRP അതുമ്പോൾ നിശ്ചയിച്ചിട്ട് അതിന് താഴേക്ക് ഇതിന്റെ മുഴുവൻ കമ്മീഷൻ ഏരിയകളിലേക്ക് മാറ്റി കൊടുക്കുന്നതിന് അനുവാദം കൊടുത്തിരിക്കുകയാണ് ഗവൺമെന്റ്, കാലാകാലങ്ങളിലുള്ള ഗവൺമെന്റുകൾ. അതായത് മരുന്ന് കമ്പനിക്ക് അവരുടേതായ ഇഷ്ടമായ രീതിയിൽ എത്ര വേണമെങ്കിൽ MRP ഇടാവുന്ന ഒരു സാഹചര്യം. ഈ മരുന്ന് കമ്പനിക്ക് ഈ MRP ഇട്ടതിനനുസരിച്ച് ടാക്സ് മേടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നിൽക്കുന്നതാണ് എൻ്റെ ഒരു ചിന്ത. ഒറ്റ കാര്യം, ഇവിടെ ഈ ജീവൻ രക്ഷാ ഔഷധങ്ങൾ എന്ന് പറയുന്ന ഈ ജനൌഷധി ജീവൻ രക്ഷാ ഔഷധങ്ങൾ എന്ന് പറയുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചില കുത്തക ടീമുകളാണ് അത്തരം മെഡിസിൻസ് മാത്രം കൈകാര്യം ചെയ്യുന്നത്. അതിലെ എല്ലാ മെഡിസിൻസും അവര് കൈകാര്യം ചെയ്യുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ പാർട്ടിക്കാരൻ ഒരാളുടെ ഇതിന് 4 ഇഞ്ചക്ഷൻ വേണം. ഒരു ഇഞ്ചക്ഷന് 2.25 ലക്ഷം രൂപയാണ്. 4 ഇഞ്ചക്ഷനാണ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് അവർക്ക് ചെയ്യാനുള്ളത്. ഒരു ഇഞ്ചക്ഷന് 2.25 ലക്ഷം രൂപ. അപ്പൊ ഈ 2.25 ലക്ഷം രൂപയുടെ റേറ്റ് എന്താണെന്ന് ചോദിച്ചപ്പോ അത് ഇറക്കുമതി ചെയ്യണത് ചില കുത്തക ഇറക്കുമതിക്കാരാണ്. ഇത് ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന മരുന്നല്ല. ഈ ഇറക്കുമതി ചെയ്യുന്ന മരുന്നിന് അവര് നിശ്ചയിക്കുന്ന വിലയാണ്. അവര് നിശ്ചയിക്കുന്ന വിലയിൽ നേരത്തെ ജോസഫ് പറഞ്ഞ ഈ പറഞ്ഞ കമ്മീഷൻ ഡിവിഷൻസ് അതില് പലതും ഉണ്ട്. അപ്പോ അത് പ്രിസ്ക്രൈബ് ചെയ്യണത്, അത് എടുക്കണത്. അപ്പൊ ഈ കേരളത്തിലെ അങ്ങനത്തെ ജീവൻ രക്ഷാ ഔഷധങ്ങൾ എന്ന് പറയുന്ന തരത്തിലുള്ള പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട വളരെ വില കൂടിയ മരുന്നുകളുടെ MRP അവര് തന്നെയാണ് നിശ്ചയിക്കുന്നത്. അവരാണ് അത് ഈ ഹോസ്പിറ്റലുകളിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 4600 രൂപയുടെ ആ മരുന്ന് അതിന്റെ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ വിലയിലാണ് MRP നിൽക്കുന്നത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഹോൾസെയിലുകാരൻ ആ റേറ്റിന് തരാന്ന് പറയുന്നതിന്റെ സർക്കസ് പോലും ഇതൊക്കെ ഈ പറയുന്ന തരത്തിലുള്ള ചില കുത്തകകൾ ഇറക്കുമതി ചെയ്യുന്നു. അപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് നേരത്തെ ജോസഫ് പറഞ്ഞതുപോലെ അതിന് കൃത്യമായ ഒരു വില നിശ്ചയിക്കേണ്ട സംഗതി ഉണ്ട്. അത് നമ്മുടെ സർക്കാരുകൾ വേണ്ട രീതിയിൽ ഇടപെടലുകൾ നടത്തുന്നില്ല, അല്ലെങ്കിൽ നടത്തുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളതിന്റെ കാര്യമാണ് ഇത്. അല്ലെങ്കിൽ 4600 രൂപ MRP ഇട്ട സംഗതി 1400 രൂപയ്ക്ക് ഇത് കിട്ടാനുണ്ടെന്ന് പറയുമ്പോ അതില് വ്യത്യാസം, എത്ര വ്യത്യാസം? 3000 രൂപയുടെ മേലെ വ്യത്യാസമാണ്. അതിന് ടാക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഈ കടക്കാരന്റെ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടിയാണ് 1400 തരുന്നത്. അപ്പൊ ഈ സാധനത്തിന്റെ വില എത്ര താഴെയാണെന്നുള്ളതാണ്. അല്ല, MRP വലിയ വിഷയമാണ്. നമ്മള് ഈ കാര്യത്തില് ഇത് ചെയ്യുമ്പോ MRP മെഡിസിന് മാത്രല്ല കേട്ടോ, ഈ കാര്യത്തില് മറ്റു സാധനങ്ങൾക്ക് ഇതേപോലെ MRP അനിയന്ത്രിതമായിട്ട് കൂട്ടിയിടുന്ന ഒരു രീതി ഉണ്ട്. ഇപ്പൊ നമ്മള് സിമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു പടക്കം മേടിക്കാൻ പോയി അതിന്റെ ആ ലേബലില് അതിന്റെ MRP ഇട്ടുണ്ടാവും 500 രൂപ. പക്ഷെ സാധനം വിൽക്കുന്നത് 300 രൂപയ്ക്ക്. അപ്പൊ അതിന്റെ ശരിക്കുള്ള വില ചോദിച്ചു കഴിഞ്ഞാൽ 100 രൂപയാണ്. അല്ല ജോസൻ, അപ്പൊ MRP ഇല്ലാതെ എന്താണ് നമുക്ക് അവിടെ? അല്ല, MRP നിശ്ചയിക്കുന്ന നിങ്ങൾ ഓരോ സ്റ്റേജിലും കൊടുക്കാവുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പൊ ഒരാൾക്ക് പരമാവധി ലാഭം അത് കണക്കാക്കിയിട്ട് വേണം ആ MRP. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു MRP നിശ്ചയിച്ചു. MRP 500 രൂപ നിശ്ചയിക്കുന്നതിന് പകരം ഇത് 100 രൂപയ്ക്ക് ഉള്ള ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ 2 സ്റ്റേജിലോ 3 സ്റ്റേജിലോ കഴിഞ്ഞിട്ടാണ് ഈ 100 രൂപയിലേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 150 രൂപയോ മാക്സിമം 200 രൂപ അവിടെ MRP കൊടുക്കാവൂ. പക്ഷെ അവിടെ ഇതിനെല്ലാം പാകത്തില് ഈ ഒരു രീതിയിൽ എന്ത് വേണമെങ്കിലും അങ്ങനെ ആക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആൾക്കാർക്ക് 500 രൂപ ഇട്ടിട്ട് 50 രൂപ കുറച്ച് കൊടുത്തിട്ട് ഒരാളെ പറ്റിച്ചെടുക്കാം എന്നുള്ള രീതിയിലേക്ക് വരുത്തുന്നത് ഈ MRP ഇടുന്നതുകൊണ്ടാണ്. പക്ഷെ ഈ MRP കമ്പനി 500 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ 500 രൂപ വരെ ഇതിന് ടാക്സ് മേടിക്കാൻ ഗവൺമെന്റ് നിശ്ചയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഓട്ടോമാറ്റിക്കലി 500 രൂപ വെറുതെ ആവശ്യമില്ലാതെ ഇടില്ല. അപ്പൊ അവന് കണക്കിനനുസരിച്ച് കുറച്ച് കൊണ്ടുവരും. മറ്റ് ചില സാധനങ്ങൾക്ക് നമ്മൾ ആ MRP വളരെ കൃത്യമായിട്ട് ഇടുന്നുണ്ട്. അവിടെ ഒരാളും കുറച്ച് തരുന്നില്ല. ഇത്രയും വേരിയേഷൻ. ഇതിലൊരു കൺക്ലൂഷനിൽ എത്താവുന്ന സംഗതി,
നിത്യോപയോഗ സാധനങ്ങൾ എന്ന് പറയുന്ന അവശ്യ സാധനങ്ങളുടെ പട്ടികയിൽപ്പെടുത്തുന്ന സംഗതികൾക്കും അതുപോലെ തന്നെ മരുന്നുകൾക്കും, അത് ജീവൻ രക്ഷാ മരുന്നുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നതായാലും അതീവ പ്രാധാന്യമുള്ള രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ക്രിട്ടിക്കലായ അസുഖങ്ങൾക്കുള്ള മെഡിസിൻസിനായാലും അതിന് കൃത്യമായ ഒരു വില നിയന്ത്രണ സംവിധാനം സർക്കാരുകൾ ഉണ്ടാക്കിയേ പറ്റൂ. നമ്മൾ ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്താൻ മറ്റു പല മാർഗങ്ങൾ ഒരു പരിധി വരെ, പക്ഷെ മെഡിക്കൽ ഫീൽഡിൽ ഇവർക്ക് എടുക്കാവുന്ന ലാഭത്തിന്റെ പരിധി നിശ്ചയിച്ചുകൊണ്ട് അതിന്റെ റേറ്റ്, ഇതൊരു അത്യാവശ്യമുള്ള സാധനമാകുമ്പോ അതിന് അമിതമായ വില നിശ്ചയിച്ച് അത് ആളുകൾ ഗത്യന്തരമില്ലാതെ വാങ്ങുന്ന രീതിയിൽ നിന്ന് മാറി അതിന് കൃത്യമായ വില നിശ്ചയിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക്, രീതിയിലേക്ക് സർക്കാരുകൾ പോയേ പറ്റൂ. എന്നാലേ ഇന്ത്യയിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും ഇത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ള ചിന്തയാണ് എനിക്ക് ഈ കാര്യത്തില് കൺക്ലൂഷൻ എന്ന നിലയിൽ പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, സാധാരണക്കാരുടെ ചർച്ചാവേദിയായ ടീ ടോക്സിലെ ഇന്നത്തെ വിഷയം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആതുര ശുശ്രൂഷയാണോ, ആതുര സേവനമാണോ, അതോ കച്ചവടമാണോ എന്നായിരുന്നു. 4 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ന് ഈ പറയുന്ന രീതിയിൽ ആശുപത്രികൾ പലപ്പോഴും അത് ആതുര ശുശ്രൂഷ എന്നുള്ള, ആതുര സേവനം എന്നുള്ള അവരുടെ മോട്ടോയിൽ നിന്ന് മാറി പലപ്പോഴും ബിസിനസ്സായി മാറുന്നുണ്ടോ എന്ന കാര്യമാണ് ഒന്നാമത് ചർച്ച ചെയ്തത്. ജീവൻ സുരക്ഷാ മരുന്നുകൾ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഡിസീസിനായിട്ടുള്ള വളരെ വില കൂടിയ മരുന്നുകളുടെ വില നിയന്ത്രണം കൃത്യമായി സർക്കാർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആശുപത്രികളിലെ ഈ പറയുന്ന ICU അടക്കമുള്ള സംവിധാനങ്ങൾ ആളുകൾക്ക് പുറത്തിരുന്ന് കാണാവുന്ന തരത്തിൽ ഒരു മോണിറ്റർ സംവിധാനം കൃത്യമായും ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ്, അതുമായി ബന്ധപ്പെട്ട ചില തട്ടിപ്പുകൾ ഇന്ന് കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതിന്റെ നേർസാക്ഷ്യമാണ് വിൻസെന്റ് പങ്കുവച്ചത്. നമുക്കറിയാവുന്നതുപോലെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ 3 ലക്ഷവും, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഒരേ ചികിത്സയ്ക്ക് 3.5 ലക്ഷവും എന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്ന ആശുപത്രി സംവിധാനമുള്ളതിൽ കൃത്യമായ ഇടപെടൽ അതും സർക്കാർ നടത്തേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട വിൻസെന്റിനും ജോസിനും വിൻസെന്റിനും ഹൃദയം നിറഞ്ഞ നന്ദി. ഇതുവരെ ഞങ്ങളോടൊപ്പം നിന്ന മുഴുവൻ ആളുകൾക്കും ഷാ വോയ്സിന്റെ ടീ ടോക്സിൽ നിന്നും ബൈ പറയുന്നു. ഒരിക്കൽ കൂടി ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ ഫ്രം ഷാ വോയ്സ്.